എറണാകുളം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് കരുതുന്ന വൈറ്റില ബസ് ടെർമിനൽ നിർമ്മാണത്തിന് കൃഷി വകുപ്പിന്റെ ഭൂമി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് മന്ത്രി മുല്ലക്കര രത്നാകരൻ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ പദ്ധതിക്ക് നേതൃപരമായ പങ്ക് വഹിക്കുമെന്ന് മന്ത്രി എസ് ശർമ്മയും അറിയിച്ചിട്ടുണ്ട്. നഗരകവാടമായ വൈറ്റിലയിൽ 25 ഏക്കർ കൃഷിഭൂമി. ഇപ്പോൾ തെങ്ങും മറ്റ് വൃക്ഷങ്ങളും തഴച്ചു വളർന്നു നിൽക്കുന്നു. ഈ ഭൂമി ജില്ലാ ഭരണകൂടത്തിന് വിട്ടുകിട്ടിയാൽ വൈറ്റിലയിൽ ബസ് ടെർമിനൽ ഉയരും. ടെർമിനലിനോട് അനുബന്ധിച്ച് വിശാലമായ പാർക്കിംഗ് ഏരിയയും ഷോപ്പിംഗ് മാളും വിശ്രമ കേന്ദ്രവും ബോട്ട് ജെട്ടിയുമൊക്കെയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെയും കെയർഫെഡിന്റെയും കൈവശമിരിക്കുന്ന ഭൂമി വിട്ടുകിട്ടിയെങ്കിൽ മാത്രമേ പദ്ധതി സ്വപ്നം കാണാനാകൂ. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് ഇത് സംബന്ധിച്ച ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കളക്ടർ വന്നൊരു പ്രോജക്ട് പറഞ്ഞു, അതായത് കൃഷി വകുപ്പും പിന്നെ ഇവിടുത്തെ കോർപ്പറേഷനും മറ്റുള്ളവരും സഹകരിച്ച ഒരു പ്രോജക്ട്. ഞാനത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞേക്കാം. നോർത്ത് സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾ, ദേശീയപാതകളുടെ സാന്നിധ്യം, ദേശീയ ജലപാതയുടെ സാമീപ്യം, നിർദ്ദിഷ്ട മെട്രോ റെയിൽ സ്റ്റേഷൻ, കാക്കനാട്, ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ, അരൂർ തുടങ്ങിയ പ്രധാന മേഖലകളിൽ നിന്ന് എളുപ്പമെത്താവുന്ന പ്രദേശം തുടങ്ങിയ ഘടകങ്ങളാണ് വൈറ്റിലയെ ബസ് ടെർമിനലിന് ഏറ്റവും അനുയോജ്യമാക്കുന്നത്. നഗരഹൃദയത്തിൽ 25 ഏക്കറോളം ഭൂമി വേറെയെങ്ങും ഒരുമിച്ച് കിട്ടാനുമില്ല. പലരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പദ്ധതിയെക്കുറിച്ച് പഠിച്ച എല്ലാ ഏജൻസികളും ബസ് ടെർമിനലിനായി നിർദ്ദേശിച്ചിരിക്കുന്നത് വൈറ്റിലയിലെ 25 ഏക്കറാണ്. സിഐയും വിവിധ ഏജൻസികളും പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ്, കെട്ടിടങ്ങളിൽ നിന്നുള്ള വരുമാനം തുടങ്ങിയ വിവിധ വഴികളിലൂടെ ടെർമിനൽ ലാഭകരമാക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ജില്ലയിലെ ജനപ്രതിനിധികൾ കൂടി സജീവമായി രംഗത്തിറങ്ങിയാൽ ഇത്തവണ വൈറ്റില ബസ് ടെർമിനൽ യാഥാർത്ഥ്യമായേക്കും. മനോരമ